കോൺഗ്രസും ടീം UDFും സംസ്ഥാനത്ത് കുതിക്കാൻ ഒരുങ്ങുന്നതിൻ്റെ മുന്നോടിയായി യാതൊരുവിധ ഇടർച്ചയുമില്ലാതെ ലക്ഷ്യ 2026 ദ്വിദിന ക്യാമ്പ് ബത്തേരിയിൽ അവസാനിച്ചു. കോൺഗ്രസിൻ്റെ തലമുതിർന്ന നേതാക്കളും യുവത്വവും ഒരേ സ്വരത്തോടെ വയനാട്ടിലെ ബത്തേരിയിൽ ഒന്നിച്ചു കൂടിയപ്പോൾ അത് ചരിത്രത്തിൽ എഴുതി ചേർത്ത ഒരു സംഗമം ആവുകയായിരുന്നു. നേതാക്കളെല്ലാം ഒരേ ചിന്തയിൽ ഒരേ സ്വരത്തിൽ ആത്മവിശ്വാസത്തിൻ്റെ നെറുകയിൽ നിന്നുകൊണ്ട് നേതൃയോഗം അവസാനിപ്പിച്ചപ്പോൾ കേരളം ഇടതിൽ നിന്നും വലതിലേക്ക് വളരുന്നു എന്ന ഉറച്ച വിശ്വാസമാണ് അവിടെ കണ്ടത്. തെരഞ്ഞെടുപ്പ് ഗോതയിൽ യുദ്ധതന്ത്രങ്ങളുടെ അടവുകൾ കൊണ്ട് പയറ്റിത്തെളിയാൻ ആയുധങ്ങൾക്ക് മൂർച്ച കൂട്ടുന്ന ഒരു കോൺഗ്രസിനെയാണ് ബത്തേരി ലക്ഷ്യ 2026 കേരളം സാക്ഷ്യം വഹിച്ചത്. എതിർ ശബ്ദങ്ങളോ വാക്പോരുകളോ ഇല്ലാതെ ഒരേ സ്വരത്തിൽ കോൺഗ്രസ് വിജയ മന്ത്രം മാത്രമായി കണ്ട് നേതാക്കൾ സംസാരിച്ചു. അവിടെ തെരഞ്ഞെടുപ്പ് തന്ത്രജ്ഞനായ കനകോലു അവതരിപ്പിച്ച 90 സീറ്റുകൾ എന്നതിനപ്പുറം പ്രതിപക്ഷ നേതാവ് VD സതീശൻ അവതരിപ്പിച്ച കർമ്മ പദ്ധതി അവിടെ ചർച്ചയായി. ഇക്കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDFിൻ്റെ വളർച്ച 85ൻ്റെ മേൽക്കൈയാണെങ്കിൽ ആ വിജയത്തിൻ്റെ ആത്മവിശ്വാസത്തിൽ VD സതീശൻ മുന്നോട്ട് വയ്ക്കുന്നത് നിയമസഭാ തെരഞ്ഞെടുപ്പിൽ 100 സീറ്റിന് മുകളിലേക്കുള്ള UDF കുതിപ്പാണ്. ഈ ആത്മവിശ്വാസത്തിന് കാരണം കഴിഞ്ഞ തദ്ദേശ തെരഞ്ഞെടുപ്പിൽ ചെറുപ്പക്കാരെയും വനിതകളെയും മത്സര രംഗത്തിറക്കി കളം പിടിക്കാൻ കഴിഞ്ഞു എന്നുള്ളതാണ്. അതിൻ്റെ ഉത്തമ ഉദാഹരണമാണ് മുട്ടടയിൽ ജനറൽ സീറ്റിൽ 24-കാരിയായ വൈഷ്ണവ് സുരേഷിനെ പരീക്ഷിച്ച് വൻ വിജയം കൊണ്ടത്. 1996 അധികാരത്തിലേറിയ നായനാർ സർക്കാർ 2001 സർക്കാർ അധികാരം വിട്ടൊഴിയുമ്പോൾ AK ആന്റണി വൻ ഭൂരിപക്ഷത്തോടെ അധികാരത്തിലേറിയത് ഈ 100 സീറ്റിൻ്റെ പിൻബലത്തിൽ ആയിരുന്നു. ആ ചരിത്രം വീണ്ടും ആവർത്തിക്കാനാണ് നീണ്ട 2.5 പതിറ്റാണ്ടിൻ്റെ ഇടവേളയ്ക്ക് ശേഷം UDF മുന്നിട്ടിറങ്ങുന്നത്. 100 എന്ന സംഖ്യ കോൺഗ്രസിൻ്റെ ആത്മവിശ്വാസ പൂർത്തീകരണത്തിൻ്റെ മാന്ത്രിക സംഖ്യയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF കുതിപ്പിന് മുന്നേ തന്നെ VD സതീശൻ 100 സീറ്റ് എന്നത് മുന്നോട്ട് വെച്ചിരുന്നു. അത്രയ്ക്ക് ആത്മവിശ്വാസം പ്രതിപക്ഷ നേതാവിന് ഇക്കാര്യത്തിൽ ഉണ്ട് എന്നതാണ് അദ്ദേഹത്തിൻ്റെ പ്രസ്താവനയിൽ തെളിയുന്നത്. ഉപതെരഞ്ഞെടുപ്പുകളിൽ ലോകസഭയിലേക്കും നിയമസഭയിലേക്കും അടക്കം കോൺഗ്രസിൻ്റെ വിജയത്തിളക്കം കേരളത്തോട് പറയുന്നത് വലിയൊരു മാറ്റത്തിൻ്റെ വഴിവക്കിലാണ് തങ്ങളെന്നാണ്. ഇപ്പോൾ തന്നെ 941 ഗ്രാമപഞ്ചായത്തുകളിൽ 534 UDF ഭരിക്കുന്നു. 4 കോർപ്പറേഷൻ, 7 ജില്ലാ പഞ്ചായത്തുകൾ, ഭൂരിഭാഗം മുനിസിപ്പാലിറ്റികളും UDF ഭരിക്കുകയാണ്. തദ്ദേശ തെരഞ്ഞെടുപ്പിൽ UDF വിജയ ഫോർമുല ചെറുപ്പക്കാരും വനിതകളുമായിരുന്നു എന്നതാണ് ഇത് മുൻനിർത്തി നമ്മൾ കാണേണ്ട ഒരു യാഥാർത്ഥ്യം. ഇത്തവണ തെരഞ്ഞെടുപ്പിനെ കോൺഗ്രസ് നേരിടുക ഇതുകൊണ്ട് തന്നെയാണ്. കേരളം ചരിത്രപരമായി ഇടതു വലതു മുന്നണികൾ തമ്മിലുള്ള അധികാര മാറ്റങ്ങളെ ഒട്ടനേകം കണ്ടിട്ടുണ്ട്. എന്നാൽ 2021 LDF തുടർച്ചയായ അധികാരത്തിൽ തുടരുന്നതോടെ സംസ്ഥാനത്തിൻ്റെ രാഷ്ട്രീയ ചലനാത്മകതയിൽ മാറ്റം വന്നുവെന്ന് വ്യക്തമാണ്. പിൻവലിക്കപ്പെട്ട KRail പ്രോജക്റ്റ്, കോർപ്പറേറ്റ് നയങ്ങളിൽ ഇടതുപക്ഷത്തിൻ്റെ പുതിയ സമീപനം, സാമൂഹ്യ ക്ഷേമ പദ്ധതികൾ എന്നിവ LDFന് കൂടുതൽ ജനപിന്തുണ ലഭിക്കാൻ സഹായിച്ചേക്കാം. എന്നിരുന്നാലും UDF മുന്നേറ്റം കൈവരിക്കണമെങ്കിൽ അതിന് ശക്തമായ നേതൃപരിഷ്കാരവും വ്യക്തമായ രാഷ്ട്രീയ ദിശയും ആവശ്യമുണ്ട് എന്ന് വിലയിരുത്തപ്പെടുന്നുണ്ട്. മലനാട് മേഖല കോൺഗ്രസിൻ്റെ പുനർജീവന സാധ്യതകളെ വിലയിരുത്തുകയാണ്. മലനാട് പ്രദേശങ്ങളിൽ കർഷകരുടെയും പരിസ്ഥിതി പ്രശ്നങ്ങളുടെയും പശ്ചാത്തലത്തിലാണ് കോൺഗ്രസിന് സാധ്യത ഇവിടെ തെളിയുന്നത്. വനപരിസരത്തെ കാട്ടുമൃഗങ്ങളുടെ ആക്രമണം, കർഷകരുടെ പ്രശ്നങ്ങൾ, ഭൂമിയുമായി ബന്ധപ്പെട്ട നിയമങ്ങൾ, ആടിക്കൊണ്ടിരിക്കുന്ന റബ്ബർ വില, നെല്ല് കർഷകരുടെ പ്രശ്നങ്ങൾ എന്നിവയിലൊക്കെ കോൺഗ്രസിൻ്റെ ഇടപെടൽ നിർണായകമാകും. വയനാട്ടിൽ സംഭവിച്ച ദുരന്തത്തിൽ സർക്കാരിൻ്റെ നിലപാടുകളും ഒക്കെ തന്നെ LDFന് തിരിച്ചടി ആയിട്ടുണ്ട്. മറ്റൊന്ന്, പ്രാദേശിക വികസനത്തിൻ്റെ കാര്യത്തിൽ LDF സർക്കാർ പലതും ചെയ്തു എന്ന് വരുത്തി തീർക്കുന്നുണ്ടെങ്കിലും അപ്പോഴും അടിസ്ഥാന സൗകര്യങ്ങളിലുള്ള അപര്യാപ്തത ജനത്തിനെ ദുരിതപാതയിൽ തന്നെ കൊണ്ടു നിർത്തുകയാണ്. അതിദാരിദ്ര്യം ഇല്ലായ്മ ചെയ്തുകൊണ്ട് കേരള സംസ്ഥാനം പ്രഖ്യാപനങ്ങളിലേക്ക് വന്നപ്പോൾ കേരളത്തിൻ്റെ പല കോണുകളിൽ നിന്നും ദാരിദ്ര്യത്തിൻ്റെ ദയനീയ മുഖങ്ങളും നമ്മൾ കണ്ടു കഴിഞ്ഞു. അടുത്തത് വ്യാവസായിക കൃഷിമേഖലയാണ്. തദ്ദേശീയ വ്യവസായങ്ങളുടെ തകർച്ചയും പ്രാദേശിക കർഷകരുടെ ആശങ്കകളും നിലനിൽക്കുന്ന സാഹചര്യം കോൺഗ്രസിന് മുന്നിൽ തുറന്നു കിട്ടിയ വഴിയാണ്. പ്രവാസി സാമ്പത്തിക വ്യവസ്ഥ, വിദേശ തൊഴിലവസരങ്ങളിലെ കുറവ് പ്രാദേശിക രാഷ്ട്രീയത്തിൽ സ്വാധീനമുണ്ടാക്കുമെന്നാണ് വിലയിരുത്തപ്പെടുന്നത്. കേരളത്തിൽ തീരദേശ മേഖലയിൽ ആലപ്പുഴ, കൊല്ലം, കോഴിക്കോട്, കണ്ണൂർ മത്സ്യത്തൊഴിലാളികളുടെ ജീവനോപാധി പ്രശ്നങ്ങളും തീരദേശ വികസനവുമായി ബന്ധപ്പെട്ട പ്രതിസന്ധികളിലുമൊക്കെ കോൺഗ്രസ് ആഴത്തിൽ ഇടപെടാൻ കഴിയുന്നതോടെ
കോൺഗ്രസിലേക്ക് ഇത്തരം ആളുകളെ സ്വാധീനിക്കാൻ കഴിയുമെന്നതാണ് വിലയിരുത്തപ്പെടുന്നത്. ന്യൂനപക്ഷ സമുദായങ്ങളോട് മുഖ്യമന്ത്രിയുടെ LDF നേതാക്കളുടെ നയങ്ങളും അവരുടെ പ്രസ്താവനകളും ഇകഴ്ത്തലുകളും സർക്കാരിനെ തിരിഞ്ഞു കുത്തുന്നുണ്ട്. സർക്കാരിൻ്റെ നിയന്ത്രണങ്ങളില്ലാത്ത ആർഭാടവും ശബരിമല സ്വർണ്ണക്കൊള്ളയും മുഖ്യമന്ത്രിയുടെ മകളും മരുമകൻ്റെയും പേരിലടക്കം വിവിധ അഴിമതികൾ വഴിയും ഭരണവിരുദ്ധത രൂക്ഷമായത് കോൺഗ്രസിന് പിടിവള്ളിയാണ്. വിദ്യാഭ്യാസ മേഖലയിൽ കേന്ദ്ര സർക്കാരിനോട് സ്വീകരിച്ച നയം, വിവിധ വകുപ്പുകളുടെ കെടുകാര്യസ്ഥത മൂലം നടന്ന അപകടവും മരണവും, സമരങ്ങളോട് സ്വീകരിച്ച മർക്കടമുഷ്ടിയും പ്രസ്താവനകളും, ആശാവർക്കർമാരുടെ സമരം, CPO സമരം, അങ്കണവാടി ജീവനക്കാരുടെ സമരം, സ്കൂൾ പാചക തൊഴിലാളികളുടെ സമരം, ഇത്തരം സമരങ്ങളോടടക്കം സർക്കാർ സ്വീകരിച്ച നയങ്ങൾ അത്രയും ജനദ്രോഹമായിരുന്നു എന്ന വിലയിരുത്തലുകൾ ലക്ഷ്യ 2026 ഉയർന്നു വന്നു. ഇത്തരം കാര്യങ്ങൾ ഉയർത്തിക്കാട്ടി കോൺഗ്രസ് ഇടപെട്ട ജനകീയ പ്രതിഷേധങ്ങളിലുള്ള മുന്നേറ്റം UDFന് പൊതുവെ ജനപിന്തുണ ഏറി എന്നതാണ് കണക്കാക്കപ്പെടുന്നത്. അതിൻ്റെ ഒരു ബഹിർസ്ഫുരണമാണ് തിരഞ്ഞെടുപ്പുകളിലും തദ്ദേശ തിരഞ്ഞെടുപ്പിലും പ്രതിഫലിച്ചത്. ആ ആത്മവിശ്വാസം നിറഞ്ഞു തുളുമ്പുന്ന ഒരു സമ്മേളനമാണ് വയനാട്ടിൽ ബത്തേരിയിൽ കണ്ടതും. ഇപ്പോൾ നിലവിൽ സാമ്പത്തികമായി ഏറ്റവും താഴത്തേക്ക് തകർന്നറിഞ്ഞ സംസ്ഥാനത്തെ കരകയറ്റാൻ കഴിയുമെന്ന പുതിയ ഒരു ദർശനം കൂടി VD സതീശൻ മുന്നോട്ട് വെച്ചു. അതുകൊണ്ട് തന്നെ മുന്നൊരുക്കങ്ങൾ കോൺഗ്രസ് കാലയെ കൂട്ടി നടപ്പിലാക്കി വരികയാണ്. ഈ മാസം അവസാനത്തോടെ 70 സീറ്റുകളിൽ സ്ഥാനാർത്ഥികളെ പ്രഖ്യാപിക്കാനുള്ള തയ്യാറെടുപ്പായി എന്നാണ് ലക്ഷ്യ 2026 നിന്നും പുറത്തുവരുന്ന വിവരം. കഴിഞ്ഞ 5 വർഷത്തിന് പിന്നിലേക്കൊന്ന് വിലയിരുത്തിയാൽ ഇതിനിടയിൽ നടന്ന ഉപതെരഞ്ഞെടുപ്പിൽ എല്ലാം തന്നെ UDFന്റെ മിന്നും വിജയം എന്ന് തന്നെയാണ് തെളിയുന്ന ചിത്രങ്ങൾ. 2016 മുതൽ 2021 വരെ ഒന്നാം പിണറായി കാലത്ത് CPM കോൺഗ്രസ് മണ്ഡലങ്ങൾ പിടിച്ചെടുത്ത സാഹചര്യമാണ് കണ്ടത് എങ്കിൽ 2021 ശേഷം വീണ്ടും അധികാരത്തിൽ കയറിയ പിണറായി സർക്കാരിന് തിരിച്ചടി നൽകിക്കൊണ്ട് കോൺഗ്രസ് കുതിച്ചു കയറുന്നതാണ് കണ്ടത്. തൃക്കാക്കര, പുതുപ്പള്ളി, പാലക്കാട്, CPM കോട്ടയായ ചേലക്കരയിൽ വിജയശതമാനത്തിലെ കുറവ്, അതായത് മുൻപ് CPMലെ രാധാകൃഷ്ണൻ 39,000-ന് മുകളിൽ വിജയിച്ചെടുത്ത് പ്രദീപ് അവിടെ വിജയിച്ചത് കേവലം 11,000 വോട്ടിന് ആണ്. എത്ര ഭൂരിപക്ഷം കുറഞ്ഞു ഇവിടെ? നിലമ്പൂരിലെ സ്ഥിതി എന്താ? അവിടെയും UDF സ്ഥാനാർത്ഥി വൻ ഭൂരിപക്ഷത്തിൽ വിജയിച്ചു. ഇതൊക്കെ തെളിയുന്നത് ഭരണവിരുദ്ധ തരംഗമാണ് എന്നതിൽ യാതൊരു സംശയവുമില്ല. ഇവിടെ ന്യൂനപക്ഷ വോട്ടുകൾ ഏകീകരിക്കപ്പെടുന്നത് അതുകൊണ്ട് തെളിയുന്നത് സർക്കാരിനെതിരായ ഒരു തരംഗം ഉയരുന്നുണ്ട് എന്നത് തന്നെയാണ്. ഏറ്റവും സുപ്രധാന കാര്യം, ഇത് നിലനിൽക്കുമ്പോൾ തന്നെ മുസ്ലിങ്ങൾ 28 മുതൽ 30% വരെ വോട്ടുള്ള വോട്ട് ബാങ്കാണ് എന്ന് ഓർക്കണം. അത് UDF അനുകൂലമായി മാറി എന്നതാണ് ഇപ്പോഴത്തെ പ്രത്യേകത. ക്രിസ്ത്യൻ മേഖല എടുത്താലോ? നിലവിലെ സാഹചര്യത്തിൽ ക്രിസ്ത്യൻ വോട്ടുകളും UDFന് അനുകൂലമായി എന്നതും ശ്രദ്ധേയമായി. CPMന്റെ വർഗീയ ശക്തികളുമായുള്ള കൂട്ടുകെട്ട്, പ്രത്യേകിച്ചും ക്രിസ്ത്യാനികളെ എന്നും ശത്രുപക്ഷത്ത് നിർത്തുന്ന വെള്ളാപ്പള്ളിയുടെ അടക്കമുള്ള തീവ്ര വർഗീയത പറയുന്നവരുടെ ചങ്ങാത്തവും ഒക്കെ തന്നെ CPMന് സാമുദായിക ക്രിസ്ത്യൻ വോട്ട് ബാങ്കിൽ പ്രതിസന്ധി സൃഷ്ടിക്കുന്ന സാഹചര്യമാണ് ഉണ്ടാവുന്നത്. CPM പടച്ചുവിടുന്ന കോൺഗ്രസിനെ ലക്ഷ്യമിട്ട് തൊടുത്തുവിട്ട മുഖ്യമന്ത്രി വിവാദം കോൺഗ്രസിലെ ചില നേതാക്കളെ ഉന്നം വെച്ചപ്പോൾ അതിന് മറുപടി VD സതീശൻ കൃത്യമായി പറഞ്ഞു. ഏതായാലും CPM സമ്മതിച്ചല്ലോ, ശക്തരായ കോൺഗ്രസ് നേതാക്കളുടെ ഒരു നേതൃനിര ഞങ്ങൾക്കുണ്ട് എന്ന് അതിൽ ഞങ്ങൾ അഭിമാനിക്കുന്നു എന്നാണ് അദ്ദേഹം പറഞ്ഞത്. എതിർകക്ഷികൾ പോലും സമ്മതിക്കുന്ന കോൺഗ്രസിൻ്റെ നേതൃപാടവത്തിൽ ഞങ്ങൾക്ക് അഭിമാനമുണ്ട് എന്ന് ടീം UDF ഒരു കുടുംബമായി നിന്ന് അടുത്ത തെരഞ്ഞെടുപ്പിൽ മറുപടി പറയുമെന്ന് VD സതീശൻ പറഞ്ഞു. തികഞ്ഞ ആത്മവിശ്വാസമാണ് ബത്തേരി മീറ്റിംഗിൽ തെളിഞ്ഞത്. അത് കുറച്ചൊന്നുമല്ല പ്രവർത്തകരിൽ ആവേശം നിറയ്ക്കുന്നത്. ടീം UDFന്റെ മുന്നേറ്റം 100-ലധികം സീറ്റിലേക്ക് കുതിക്കാൻ പ്രാപ്തമാണ് എന്നത് ഊട്ടിയുറപ്പിച്ചുകൊണ്ടാണ് കേരള പ്രദേശ് കോൺഗ്രസ് ലക്ഷ്യ 2026 കർമ്മ പദ്ധതികൾ ആസൂത്രണം ചെയ്തത്. ബത്തേരി നേതൃ മീറ്റിംഗിൽ അവസാനിച്ചത് കോൺഗ്രസ് ദേശീയ നേതാക്കളുടെ ഒരു സംഗമത്തോടെ, ഒരു ഒത്തൊരുമയോടെയാണ്. കേരളത്തിൽ UDFന്റെ വിജയം ലക്ഷ്യമിട്ട് പ്രവർത്തനം ഏകോപിപ്പിക്കുകയാണ് ഇപ്പം ടീം UDF. 13-ന് കോൺഗ്രസ് സ്റ്റിയറിംഗ് കമ്മിറ്റി ചേരുന്നതോടെ വിശാലമായ UDF എന്ന തരത്തിൽ കൂടുതൽ പാർട്ടികൾക്കായി UDF പ്ലാറ്റ്ഫോം തുറന്നു കൊടുക്കുമെന്ന് VD സതീശൻ തുറന്ന് പറയുകയുണ്ടായി. വരുന്ന 5 വർഷത്തിൽ കേരളത്തിൽ പ്ലാൻ ചെയ്യുന്ന കാര്യങ്ങളുടെ ഉള്ളടക്കം വെച്ചിട്ടുള്ള രൂപരേഖ അന്തിമ രൂപം നൽകിക്കഴിഞ്ഞു. മാർച്ച് ആദ്യവാരം തന്നെ തിരഞ്ഞെടുപ്പ് വിജ്ഞാപനം വരും. ഇപ്പോൾ വരുന്ന വിവരം അനുസരിച്ച് ഏപ്രിൽ 2ാം വാരം ആയിരിക്കും തെരഞ്ഞെടുപ്പ് നടക്കുക എന്നുള്ളതാണ്. കാലേക്കൂട്ടി തന്നെ പ്രവർത്തനങ്ങൾ ഏകോപിപ്പിച്ച് എണ്ണയിട്ട യന്ത്രം പോലെ പ്രവർത്തിച്ചു തുടങ്ങിക്കഴിഞ്ഞു ടീം UDF. വിജയം കൊയ്ത് അധികാരത്തിലേറുക എന്നത് മാത്രമാണ് ഇപ്പോൾ UDFന് മുന്നിലുള്ള ഏക വഴി. അത് ലക്ഷ്യം കാണാനാണ് ഒറ്റക്കെട്ടായി ടീം UDF ഇറങ്ങി തിരിച്ചിരിക്കുന്നത്. കൂടുതൽ വാർത്തകൾക്കും വിശേഷങ്ങൾക്കും ഞങ്ങളുടെ ചാനൽ ലൈക്ക്, ഷെയർ ആൻഡ് സബ്സ്ക്രൈബ് ചെയ്യുക. കൂടാതെ സബ്സ്ക്രൈബ് ബട്ടണിലെ ബെല്ലൈക്കൺ എനേബിൾ ചെയ്യാനും മറക്കരുത്.